വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോളി റെസിപ്പിയാണ്. ശർക്കര ബോളിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോളിയാണ്. നല്ല പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബോളിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാവിൻ്റെ ഒരു പരുവത്തിലേക്ക് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ മൈദ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൈകൊണ്ട് നല്ല പോലെ കുഴച്ച് നല്ലൊരു ഡോ പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കളറെല്ലാം ഒന്ന് മാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ തടവി ഞാനിതൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു കപ്പ് കടലപ്പരിപ്പ് എടുക്കാം. കടലപ്പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിട്ടാൽ പെട്ടെന്ന് വെന്ത് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിൽ മുങ്ങിക്കിടക്കാൻ കണക്കിന് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3 വിസിൽ ഏൽപ്പിക്കുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആ നേരം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം. ശർക്കര പാനി അല്ലെങ്കിൽ പഞ്ചസാര എടുത്താലും മതിയാവും. ശർക്കര ഞാനിപ്പോൾ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാൻ പാടില്ല. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താലും മതിയാവും. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഉരുക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്തെങ്കിലും മട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഇത്. ഇപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ നന്നായിട്ടൊന്ന് വിസിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിക്കളയുക. നല്ല വെന്തതിന് ശേഷം മാത്രം കടലപ്പരിപ്പ് എടുക്കുക. ഇതുപോലെ ഞാൻ അതെല്ലാം ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കൈകൊണ്ട് പൊടിക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞു വരുന്നുണ്ട്. ഞാനിത് ഇതിലെ ഒരു ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം എല്ലാ ഈർപ്പവും നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ തന്നെ തണുത്തതായിരിക്കണം. തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ജാറിലേക്കിട്ട് അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല നനവില്ലാതെ ഡ്രൈ ആയി തന്നെ കിട്ടണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് ചൂടാക്കാൻ വയ്ക്കുക. പാന് നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരുപാട് തീ കൂട്ടിയിടാൻ പറ്റില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇതിലൊരു ഈർപ്പമൊക്കെ അങ്ങ് വറ്റി വരുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മണമാണ് നെയ്യ് ചേർക്കുമ്പോൾ. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ശർക്കരയായിട്ട് നമ്മുടെ കടലപ്പരിപ്പ് മിക്സ് ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ മാവ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ ഇരിക്കണം വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബോളി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാ ബോളും ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കുകയാണ്. ഇനി മാവ് ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതിനെ നമുക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ബറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ ഒരു ബോൾ പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബോൾ അതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ചുറ്റിച്ച് നമ്മുടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒന്നുകിൽ കവർ വെച്ചതിന് ശേഷം പരത്തിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഴയിലെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എണ്ണ കൊണ്ട് മാത്രമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ നെയ്യ് കൊണ്ട് മാത്രമാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈകൊണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കിതുപോലെ ഒരു കവറിൽ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനിയൊരു പാൻ എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ അകം വെന്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. അപ്പം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മറിച്ചും തിരിച്ചു വിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും മറക്കല്ലേ.